നമസ്കാരം. എൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. നടൻ ഷൈൻ ടോമിന്റെ പിതാവിന്റെ സംസ്കാരം തൃശൂർ മുണ്ടൂരിൽ നടന്നു. സ്കൂട്ടറിൽ ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പൂച്ച കുറുകെ ചാടി വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലഡു കടം ചോദിച്ചിട്ട് നൽകിയില്ലെന്ന പേരിൽ കടയുടമയെ ആക്രമിച്ച യുവാക്കൾ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നു. മതിലകം പുന്നക്ക ബസാർ റാക്ക് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നക്ഷത്ര തിളക്കം എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ പെരുകുന്നു. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതും മുന്നറിയിപ്പുകൾ ലംഘിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. വാർത്തകൾ വിശദമായി അറിയാം. നടൻ ഷൈൻ ടോമിന്റെ പിതാവിന്റെ സംസ്കാരം തൃശൂർ മുണ്ടൂരിൽ നടന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച CP ചാക്കോയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളി സെമിത്തേരിയിലേക്കാണ് സംസ്കരിച്ചത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷൈനെയും അമ്മ മരിയ കാർമലിനെയും രാവിലെ ആംബുലൻസിൽ വീട്ടിലെത്തിച്ചിരുന്നു. ഇടുപ്പല്ലിന് സാരമായി പരിക്കേറ്റ മരിയയെ സ്ട്രക്ചറിൽ കിടത്തിയാണ് ഉറ്റപാതിയുടെ ചേതനയേറ്റ ശരീരം കാണിച്ചത്. വീട്ടിലെ പൊതുദർശനത്തിനും അന്ത്യശുശ്രൂഷകൾക്കും ശേഷം വിലാപയാത്രയായിട്ടാണ് മൃതദേഹം പള്ളിയിലെത്തിച്ചത്. തോളിന് പരിക്കേറ്റ ഷൈനും അമ്മയും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിച്ച് ഷൈൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരുടെ അന്ത്യചുമനം ഏറ്റുവാങ്ങി ചാക്കോ ഓർമ്മയിലേക്ക് മറഞ്ഞു. വീട്ടിലും പള്ളിയിലുമായി അന്ത്യോപചാരം അർപ്പിക്കാൻ ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേരാണ് എത്തിയത്. സംവിധായകൻ കമൽ, നടന്മാരായ ടൊവിനോ, സൗബിൻ, ടിനി ടോം, സ്ഫടികം ജോർജ്, നടി അൻസിബ, MLA സേവ്യർ ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഷൈനെയും അമ്മയെയും ആശുപത്രിയിലേക്ക് മാറ്റി. സ്കൂട്ടറിൽ ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പൂച്ച കുറുകെ ചാടി വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ലോക മല്ലേശ്വരം വലയിൽ ബിനീഷിന്റെ ഭാര്യ സുമിയാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ സുമി കൊടുങ്ങല്ലൂർ MR ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത്. ലഡു കടം ചോദിച്ചിട്ട് നൽകിയില്ലെന്ന പേരിൽ കടയുടമയെ ആക്രമിച്ച് യുവാക്കൾ. തൃശൂർ തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വിഷ്ണുമായ സ്വീറ്റ്സിലാണ് അതിക്രമം നടന്നത്. സംഭവത്തിൽ തോന്നൂർക്കര പടിഞ്ഞാട്ടുമുറി മനപ്പടിക്കൽ വിനു, കളരിക്കൽ സന്തോഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിലെത്തിയ യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. മദ്യപിച്ചെത്തിയ യുവാക്കൾ കടയിലെത്തി തങ്ങൾക്ക് ലഡു കടമായി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ നൽകാനാകില്ല എന്ന് കടയുടമ പറഞ്ഞത് പ്രകോപനത്തിന് കാരണമായി. പിന്നാലെയാണ് കടയുടമയായ മുരളിയെ യുവാക്കൾ ആക്രമിച്ചത്. സംഭവത്തിൽ യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ ദിവസം ടോൾ പ്ലാസ മറികടന്ന് തലൂർ മേൽപ്പാലം വരെയും വാഹനനിര നീണ്ടു. പുലർച്ചെ മുതൽ തുടരുന്ന ഗതാഗത കുരുക്കിൽ വലഞ്ഞ് സമയത്തിന് എത്താനാകാതെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലയുകയാണ്. ആംബുലൻസുകൾ ടോൾ പ്ലാസ മുതൽ എതിർദിശയിലൂടെ വന്നാണ് ആമ്പല്ലൂർ മറികടക്കുന്നത്. 1 മണിക്കൂറോളം സമയമെടുത്താണ് സ്കൂൾ ബസ്സുകൾക്ക് ആമ്പല്ലൂർ കടക്കുന്നത്. ഗതാഗത കുരുക്ക് മറികടക്കാനായി സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രാദേശിക റോഡുകളെ ആശ്രയിച്ചെങ്കിലും ഇവിടെയും ഗതാഗത കുരുക്ക് രൂക്ഷമായി. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഓടുന്ന ടോറസുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബസ്സുടമകളുടെ സംഘടന ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ മറികടക്കാനായി വാഹനങ്ങൾ പുലക്കാട്ടുകര കല്ലൂർ റോഡിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ റോഡുകളിലെല്ലാം ഗതാഗത കുരുക്ക് രൂക്ഷമായ അവസ്ഥയാണ്.
ദേശീയപാതയിലൂടെ സർവീസ് നടത്തേണ്ട ദീർഘദൂര KSRTC ബസ്സുകളും ചെറു റോഡുകളെയാണ് ആശ്രയിക്കുന്നത്. വരന്തരപ്പള്ളി കല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അടിപ്പാതയിലൂടെ കയറിയാണ് തൃശൂർ റോഡിലേക്ക് എത്തുന്നത്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം 1 കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗത കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. അധികൃതർ ഇടപെട്ട് ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മതിലകം പുന്നക്ക ബസാർ റാക്ക് പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് നക്ഷത്ര തിളക്കം എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചേർന്ന് നക്ഷത്ര തിളക്കം ഉദ്ഘാടനം ചെയ്തു. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, മനോജ് K ജയൻ, കാവ്യ മാധവൻ, രമേശ് പിഷാരടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടിക്കാലത്തെ സ്കൂൾ അനുഭവങ്ങൾ താരങ്ങൾ പങ്കുവച്ചു. ബെന്നി ബെഹനാൻ MP, രാജ്യസഭ അംഗം JB മേത്തർ, NA അക്ബർ MLA, ഗൾഫാർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി, ഒബറോൺ ഗ്രൂപ്പ് ചെയർമാൻ MA മുഹമ്മദ്, അജ്ബി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 5000-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ പ്രശസ്ത സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി പേരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്നിവിടെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ തന്നെയാണ്. സാലിക്ക അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. അത് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി വീടുകൾ പണി ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ A നിലവറ B നിലവറ എന്ന് വേണേൽ പറയേണ്ടി വരും. ഇത് A നിലവറ, B നിലവറയിൽ ഇനി അങ്ങിരിക്കുകയാണ് ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ. അവരോടൊക്കെ ഒരു ഹായ് അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? വിദ്യാർത്ഥികൾ, അവരോടൊപ്പം വന്നിട്ടുള്ള മാതാപിതാക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ളൊരു അഭിമാന നിമിഷം കൂടിയാണ് ഇത്. എല്ലാ അർത്ഥത്തിലും ഭാവിയിലേക്കുള്ള വഴിയിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായി മാറട്ടെ. അതിന് വഴിവെച്ച ഇവിടെയുള്ള സുമനസ്സുകൾക്ക് ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിൻ്റെ വേഗത വളരെ കൂടുതലാണ്. 20 വർഷങ്ങൾക്ക് അപ്പുറമുള്ളൊരു ലോകത്തെക്കുറിച്ച് ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുക പോലും നമുക്ക് അസാധ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സന ഫാത്തിമയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദയവായി കുട്ടികൾക്ക് സ്റ്റേജിലേക്ക് കടന്നു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താതെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് പോകണം. അതിനെ നോക്കി കാണുന്ന ആ വിദ്യാലയത്തിനെ അനുമോദിക്കുകയാണ്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപകർ, അതിന്റെ പ്രതിനിധികൾ കേൾക്കുന്നു. അതിനർത്ഥം നിങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വളരെയേറെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നക്ഷത്ര തിളക്കം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി CP ട്രസ്റ്റിന്റെ പ്രതിനിധികൾ നേരുന്നു. അടുത്ത സ്കൂൾ ദയവായിട്ട് വേദിയിലേക്ക് വരിക. CMS വാടാനപ്പള്ളിയിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട CN ഔഷാദും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത പേരുകളാണ് അനൗൺസ് ചെയ്യുന്നത്. സഫ PM നേടിയത്. ഇനി CBSൽ ഇത്രയും പേരുകളാണ്. മലയാളത്തിലും മറ്റു ഭാഷകളിലെല്ലാം പ്രത്യേക ക്ഷണപ്രകടനം തന്നെയാണ്. ആ ഭാഗത്ത് നിൽക്കുന്നവരൊന്ന് വഴി. മാനവരാശിയുടെ ഉന്മൂലനത്തിന് കാരണമാകുന്ന വിപത്താണ് ലഹരി ഉപയോഗം എന്നു ഞാൻ തിരിച്ചറിയുന്നു. സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നതും കുടുംബജീവിതം ശിഥിലമാക്കുന്നതുമായ പുകയില, മദ്യം, പാൻ മസാല, രാസലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ പെരുകുന്നു. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതും മുന്നറിയിപ്പുകൾ ലംഘിക്കുന്നതും അപകടങ്ങൾക്കിടയാക്കുന്നു. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം കാണാനെത്തി പാറയിൽ വഴുതി വീണ പരിക്കേറ്റ യുവാവിന്റെ മരണം നാടിന് വേദനയായി.
വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. മഴക്കാലത്താണ് അപകടങ്ങളിൽ ഏറെയും. മഴക്കാലത്ത് സജീവമാകുന്ന ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങൾ ജില്ലയിലുണ്ട്. ഈ സമയത്ത് വെള്ളച്ചാട്ടം കാണാനും അരുവികളിലും പുഴകളിലും ഇറങ്ങാനും എത്തുന്നവർ ഏറെയാണ്. വഴുക്കൽ നിറഞ്ഞ പാറകളും വെള്ളത്തിലെ ചുഴികളും അടിയൊഴുക്കും പരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെ. പലയിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ പോലുമില്ല. ഒറ്റയ്ക്കും കൂട്ടുകാരുമായും കുടുംബസമേതവും എത്തുന്നവരുമുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ ജീവനക്കാരോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ട ജീവനുകൾ നിരവധിയാണ്. വ്യൂ പോയിന്റിലെ പാറക്കെട്ടുകളിൽ സെൽഫി എടുക്കുമ്പോഴും നിരോധിത മേഖലകളിൽ കയറുമ്പോഴും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ കുറച്ചല്ല. കടലിൽ ഇറങ്ങി കുളിക്കുന്നതിനിടെ സംഭവിച്ച അപകടങ്ങളും നിരവധി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നതിലേക്കാണ് സമീപകാല അപകടങ്ങൾ വിരൽ ചൂണ്ടുന്നത്. വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ആവശ്യ സംവിധാനങ്ങൾ നിശ്ചലമായത്. ലിഫ്റ്റ് നിയന്ത്രിക്കുന്ന മുറിയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറും മുകൾ നിലയിലായതിനാൽ ഈ രണ്ടു സേവനങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലെ ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തുന്ന നാട്ടുകാരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാത്ത അവസ്ഥയിൽ വലയുകയാണ്. പലരും പുറത്തുള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതോടെ മിനി സിവിൽ സ്റ്റേഷന്റെ മുകൾ നിലയിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. പല ഓഫീസുകളിലായി ഭിന്നശേഷിക്കാരായ നിരവധി ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും ഗോവണി കയറാനാകാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസുകളിൽ എത്തിച്ചേരുന്നത്. കെട്ടിടത്തിൽ മാസങ്ങൾക്ക് മുൻപ് വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ സമരം നടത്തിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടൻ ഷൈൻ ടോമിന്റെ പിതാവിന്റെ സംസ്കാരം തൃശൂർ മുണ്ടൂരിൽ നടന്നു. സ്കൂട്ടറിൽ ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പൂച്ച കുറുകെ ചാടി വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലഡു കടം ചോദിച്ചിട്ട് നൽകിയില്ലെന്ന പേരിൽ കടയുടമയെ ആക്രമിച്ച യുവാക്കൾ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നു. മതിലകം പുന്നക്ക ബസാർ റാക്ക് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നക്ഷത്ര തിളക്കം എന്ന പേരിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ പെരുകുന്നു. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതും മുന്നറിയിപ്പുകൾ ലംഘിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.